ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കളക്ടറെ വെടിവെച്ച കേസ് ചുമക്കാൻ പറ്റുന്ന വിശ്വസ്തനായ ഒരുത്തനെ അങ്ങ് പൊക്കണം. ബാക്കി കാര്യം ഈ അപ്പം നോക്കിക്കൊള്ളാടാ. അറവുശാലയിൽ നിൽക്കുന്നവനോടാണ് അരണയെ കൊല്ലാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ചെന്ന് എന്റെ മക്കളുടെ ഡെമ്മിയെ ഉണ്ടാക്ക്. പിന്നെ നമ്മളോട് തിരിഞ്ഞാൽ അവൻ ശരിക്കും ഡെമ്മിയാകും എന്ന് പറഞ്ഞേക്ക്. അതെ, രണ്ടമ്മമാരോടും കൂടിയാ ഞാൻ ചോദിക്കുന്നെ. എന്നെ നോക്കി ഇങ്ങനെ ഇരുന്നാ മതിയോ? വീട്ടിലേക്കൊന്നും പോണ്ടേ? ശാരദാമ്മ വീട്ടിൽ പൊയ്ക്കോട്ടെ, ഞാൻ നിന്നോളാം അമ്മോളുടെ കൂടെ. നാളെ കടയിലെ കാര്യം ശാരികയും ആ ശാന്തയും കൂടെ നോക്കും. അതുകൊണ്ട് രാത്രി നിൽക്കാൻ ഉറപ്പിച്ചു തന്നെയാ വന്നത്. രണ്ടമ്മമാരും നിൽക്കണ്ട, ഞാൻ നിന്നോളാം. അത് ശരിയാടാ. ഭാര്യയുടെ സമീപത്തെ ഭർത്താവ് നിൽക്കുന്നത് തന്നെ അവർക്കൊരു ആശ്വാസം. ഭർത്താവിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ സംരക്ഷണവും അവർക്ക് കിട്ടാനുമില്ല. അപ്പോ മക്കളെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞങ്ങൾ അമ്മമാരെ നോക്കേണ്ടതാണോ പറയുന്നത്? അയ്യോ, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. ഇവനിപ്പോ ഇവിടെ ഉണ്ടല്ലോ, അവൻ നോക്കിക്കൊള്ളുന്നാ ഞാൻ പറഞ്ഞേ. എന്നാ പിന്നെ ശാരദാമ്മയെ പോകുന്ന വഴിക്ക് ഞങ്ങൾ വീട്ടിലാക്കാം. അതെന്തായാലും നല്ല കാര്യേ. ശാരദാമ്മ എന്തായാലും ഇനി ഓട്ടോ വിളിച്ച് കഷ്ടപ്പെടണ്ടല്ലോ. അങ്ങനെയെങ്കി അങ്ങനെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ. നാളെ രാവിലെ ചായക്കുള്ളത് ഞാൻ കൊണ്ടുവരാം. ഞങ്ങള് രണ്ടുപേരുടെ കാര്യല്ലേ ഉള്ളൂ. അതിപ്പോ ഞങ്ങള് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചോളാം. അമ്മ വെറുതെ ബുദ്ധിമുട്ടി കൊണ്ടുവരണമെന്നില്ല. എങ്കിലും ഉച്ചയ്ക്ക് ചോറും കറികളുമായിട്ട് ഞാൻ വന്നോളാം. ക്യാൻറ്റീനിലെ ഭക്ഷണമൊന്നും മോൾക്ക് പിടിക്കില്ല. അതെ അതെ, രണ്ടമ്മമാരും കൂടെ ഈ ആശുപത്രിവാസം ഒരു മത്സരമാക്കി മാറ്റാൻ പോവാന്നോ? അതൊക്കെ അവർ രണ്ടുപേരുടെ എന്താന്ന് വെച്ചാൽ സൗകര്യം പോലെ ചെയ്യട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇപ്പം വീട്ടിലോട്ട് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? എന്നാ പിന്നെ പോട്ടെ മോളെ. ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ഈ അച്ഛനില്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. എടാ മക്കളെ, നീ ഇവിടെ തന്നെ കാണണം, എന്തെങ്കിലും വിളിക്കണം. പോട്ടെ മോളെ, പോയിട്ട് വരാൻ കേട്ടോ. മക്കളെ പോട്ടെ. അപ്പേ ഇനി യാത്രയില്ല. നോക്കണം. വാ രാഘവേട്ടാ.